ഹായ് ഫ്രണ്ട്സ്, ഞാൻ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക് ജാം ആവുന്ന കുറേ കേസുകളുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ ബ്രേക്ക് ജാം ആകുമ്പോൾ നമ്മൾ ബ്രേക്ക് ഓവർ ടൈറ്റ് ചെയ്ത് മീൻസ് അഡ്ജസ്റ്റ് ചെയ്തത് കൂടുതലാണെങ്കിൽ നമ്മൾ കുറയ്ക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ബ്രേക്ക് കേബിൾ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ബ്രേക്ക് കേബിൾ മാറുന്നു, അല്ലെങ്കിൽ വീൽ ബെയറിംഗ് ടൈറ്റ് ഉണ്ടെങ്കിൽ വീൽ ബെയറിംഗ് മാറുന്നു. ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക് ജാമിങ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് ചെയ്ത് നോക്കേണ്ട ഒരു പോയിൻ്റാണ് ഈ ബ്രേക്കിൻ്റെ കാലിപ്പർ എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട്. അത് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. അപ്പോൾ ഏത് വീലാണോ ജാം ആവുന്നത് അപ്പോൾ ബാക്കി ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടും എപ്പോഴും ജാം ആണെങ്കിൽ നമ്മൾ ഈ കാലിപ്പർ ഇളക്കി നമ്മളത് ഗ്രീസിങ് ചെയ്യേണ്ട ഒരു പ്രോസസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ബ്രേക്കിങ്ങിൻ്റെ ഇത് മാറത്തുള്ളൂ. അപ്പോൾ ബാക്കിൽ ഈ ക്യാമിൻ്റെ ബാക്കിൽ ഒരു നെട്ടുണ്ട്, അത് ഇളക്കി നമ്മൾ ബ്രേക്കിൻ്റെ ക്യാം ഇളക്കി അത് ഗ്രീസ് ചെയ്യണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്യാം എന്ന് പറയുന്നത്. ഈ ക്യാമിനകത്ത് ഗ്രീസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലേ കുറയും. അപ്പോൾ ഈ പ്ലേ കുറയുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഈ ക്യാം റിട്ടേൺ പോകത്തില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഈ ഞാനിപ്പോൾ ചൂണ്ടി കാണിച്ചേക്കുന്നത് അവിടുന്ന് ഈ ക്യാം ഫ്രണ്ടിലും ബാക്കിലും ഇത് ഫ്രീ ആയിട്ട് മൂവ് ആവണം. അപ്പോൾ അത് മൂവ് ആവാതെ വരുന്ന കേസുകളിലാണ് ഈ ബ്രേക്ക് ജാം ആവുന്നത്. അപ്പോൾ അത് ഇളക്കി നമുക്ക് ഇതിനകത്ത് ഹബ്ബ് ഇളക്കി അതിനകത്ത് എയറൊക്കെ അടിച്ച് ഇതിനകത്ത് ഇതിൻ്റെ ക്യാം ഇളക്കി ഗ്രീസ് ചെയ്യണം. ഈ ഫ്രണ്ടിലാണെങ്കിൽ ഫ്രണ്ട് ബ്രേക്കിൽ ഇതേപോലെ കാണിക്കും. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഈ സെയിം പ്രോസസ്സ് തന്നെ ആ ക്യാം ഇളക്കോ, ആ ക്യാം ഈ പോർഷനാണ് ക്യാം എന്ന് പറയുന്നത്, അത് ഇളക്കി അതിനകത്ത് ഗ്രീസിങ് ചെയ്യുക. ഇതേപോലെ ഗ്രീസിങ് ചെയ്തിട്ട് തിരിച്ച് സെറ്റ് കഴിഞ്ഞാൽ ഈ ബ്രേക്കിൻ്റെ ജാമുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ അത് മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബാക്കി എല്ലാം ട്രൈ ചെയ്തിട്ട് ഇപ്പോഴും ജാമാണ്, വീല് ജാം ഉണ്ടെങ്കിൽ ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച്.